തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ യുവതിയെ കഴുത്തറുത്തു കൊന്നതിന് ശേഷം മധ്യവയസ്കൻ ജീവനൊടുക്കി. പേയാട് സ്വദേശികളായ കുമാരൻ, ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. 2 ദിവസം മുമ്പാണ് കുമാരനും ആശയും തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തത്. ജീവനക്കാർ ഇന്നലെ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുട്ടിവിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ഇതോടെ ലോഡ്ജ് ജീവനക്കാർ തമ്പാനൂർ പോലീസിനെ രാവിലെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസെത്തി 3-ാം നിലയിലെ മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന്റെ സമീപത്താണ് ആശയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുമാരനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. വിവാഹമോചിതനായതിനു ശേഷമാണ് കുമാരൻ ആശയുമായി അടുപ്പത്തിലായത്. വിവാഹിതയും 2 മക്കളുടെ അമ്മയുമാണ് ആശ. അതിനിടെ ആശയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം വെളുപ്പിൽശാല പോലീസിന് പരാതി നൽകിയിരുന്നു. കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് യുവതിയെ കുമാരൻ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഒരു 51 വയസ്സുള്ള ഒരു കുമാരൻ, ഒരു 42 വയസ്സുള്ള ഒരു ആശ. 2 പേര് പേയാട് സ്വദേശികളാണ്. ഈ 2 പേർ മൃതദേഹങ്ങളാണ് റൂമിൽ കണ്ടെത്തിയത്. ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഒരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. മുറിക്കുള്ളിൽ നിന്ന് ആശയെ കൊല്ലാൻ ഉപയോഗിച്ച 2 കത്തികൾ പോലീസ് കണ്ടെടുത്തു. മുറിയിൽ മൽപിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുണ്ട്. കുമാരന്റെ തോളിലും കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ വിശദമായ പരിശോധന നടത്തി. തുടരന്വേഷണത്തിലൂടെ കൊലപാതക കാരണം വ്യക്തമാകുമെന്ന് തമ്പാനൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.